നമ്മളിപ്പോഴുള്ളത് ദ ക്രൗൺ ജ്വൽ ഓഫ് ഹാവ്ലോക്ക് എന്ന പേരുള്ള രാധാനഗർ ബീച്ചിലാണ്. 2004 ഏഷ്യാസ് ബെസ്റ്റ് ബീച്ച് എന്ന് ടൈംസ് മാഗസിനും 2020 ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ ഫൈനസ്റ്റ് ബീച്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എന്ന ബീച്ചാണ് രാധാനഗർ ബീച്ച്. അവിടെ പല പ്രത്യേകതകളുമുണ്ട്. മറ്റുള്ള ബീച്ചുകൾ പോലെ, ഞാനവിടെ പോയ മറ്റുള്ള ബീച്ചുകൾ പോലെയല്ല. ഇത് ഭയങ്കര സൂപ്പർബ്ലി ഹൈപ്ഡാണ്. അവിടെ ഒരുപാട് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓരോ ടാബും കാണിച്ച് നമ്മളെ ഫോട്ടോഷൂട്ടിന് വിളിക്കുകയാണ്. അപ്പം ഈ കപ്പിൾസിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ അത് ശരിക്കും വിഷ്വൽസൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഏതോ ഭയങ്കര ടോപ്പ് ഫോറിൻ ബീച്ച് പോലെയൊക്കെ തോന്നും. അത്രയും ഗംഭീരമായില്ല. കാരണം വൈറ്റ് നല്ല എന്താ പറയുക കോട്ടൺ ലൈക്ക് സാൻഡാണ് അവിടുത്തെ. അതുപോലെ ക്ലിയർ ടെർക്കോയ്സ് കളർ വാട്ടറും അടിപൊളി കളറുള്ള നല്ല രസമുള്ള വിഷ്വലാണ്. ആ ഫ്രെയിമിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ ആ ഫോട്ടോസിലൊക്കെ. അതുകൊണ്ട് അങ്ങനെ കപ്പിൾ ഫോട്ടോഗ്രാഫി പരിപാടിക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ബീച്ചിൽ കണ്ട ഏറ്റവും വലിയ കുഴപ്പം. കാരണം അത്രയും ക്രൗഡഡ് ആയിരുന്നു ബീച്ച്. പിന്നെ ഈവനിങ് സൺസെറ്റ് ആണ് അതിനകത്ത് മെയിനൊരു ഹൈലൈറ്റ് സംഭവം. അതൊക്കെ നമ്മളവിടെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ വലിയ മരങ്ങളും അതുപോലെ തന്നെ എല്ലാം ഗവൺമെൻറ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ചെറിയ ചെറിയ ഹട്ട്സും അതുപോലെ നമുക്കവിടെ ഇങ്ങനെ മയങ്ങാനുള്ള സെറ്റപ്പുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഭയങ്കര ക്രൗഡഡാണ് ഞാൻ ചെന്ന സമയത്ത്. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ വൈകുന്നേരമാവും. അപ്പോൾ ഇവർ ഗാർഡ്സ് വിളിച്ചു പറയും, ഇവിടെ ഉള്ള ഒരു 300 അല്ലെങ്കിൽ ഒരു 500 ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രൗഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ എനിക്കവിടെ തോന്നിയുള്ളൂ. പിന്നെ ഞാനവിടെ ചെന്നത് ഏതാണ്ട് ഒരു 3-3:30 ടൈമിനെങ്ങനെ ഞാനവിടെ ചെന്നു. ഭയങ്കര വെയിലായിരുന്നു, കത്തുന്ന വെയിലായിരുന്നു. പക്ഷേ ബീച്ച് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇനി അതിൻ്റെ സൈഡ് വിഷ്വൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇപ്പം ഞാൻ ചെല്ലുന്ന ആ കത്തി നിൽക്കുന്ന വെയിലിൻ്റെ സമയത്തായിരുന്നു. വേറെ വലിയ പരിപാടികളൊന്നും അവിടെ ഇല്ല. കണ്ടോ എന്ത് രസമുള്ള കളേഴ്സാണ് കേട്ടോ. ആ ടെർക്കോയ്സ് കളർ വെള്ളത്തിൻ്റെ ആ ഷെയ്ഡ്സും ആ പ്യുവർ വൈറ്റ് സാൻഡും അതിൻ്റെ ക്ലെൻലിനെസ്സും അത്രയും നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു വേസ്റ്റോ ഒന്നും കാണാനില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. അല്ലറ ചില്ലറ സ്നോർക്ലിംഗ് ആക്ടിവിറ്റി പരിപാടിയൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. വേറെ വലിയ വാട്ടർ സ്പോർട്സ് ഒന്നുമല്ല. അതിൻ്റെ ഒരു കാമായിട്ടുള്ളൊരു സംഭവമാണ്. അതാണ് ഈ ബീച്ചിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിക്കൊക്കെ ഗംഭീരമാണ്, അടിപൊളിയായിരിക്കും. ഞാനെടുത്തില്ല, ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്തോന്ന് കപ്പിൾ ഫോട്ടോഗ്രാഫി എടുക്കാൻ. അപ്പോൾ അതൊന്നുമില്ല. കപ്പിൾസിനൊക്കെ ഡെഫിനറ്റ്ലി പോകേണ്ട ഒരു സ്പോട്ടാണിത്. നല്ല രസമുള്ള ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ അവരെടുത്തു തരും. പിന്നെ ഈ ബീച്ചിൽ തന്നെ സാഗരിക എംപോറിയം ഉണ്ട്. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാം. കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വാളിറ്റി കുറവും പ്രൈസും വളരെ കുറവായിട്ടുള്ള ഒരു എംപോറിയം ഉണ്ട് അവിടെ. അതാണ് മെയിനായിട്ടും ഈ രാധാനഗർ ബീച്ചിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറെ പോയ കാലാപത്തർ ബീച്ച് എന്ന് പറഞ്ഞ വേറൊരു ബീച്ചുണ്ടായിരുന്നു. അത് ഇത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്ക് അതാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഒരു പ്രശ്നം മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകളിലധികവും നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് അധികം ഉള്ളത്. അത് പല പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ ഫോറിനേഴ്സ് ഇവിടെ വരുമ്പോൾ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇത് വെറും 100 ചില്ലാൻ കിലോമീറ്ററേ ഉള്ളൂ ബർമയിലേക്ക്. വളരെ അടുത്താണ് മ്യാൻമർ ബർമ. ആ ഭാഗത്തേക്ക് 100 സംതിങ് കിലോമീറ്റേഴ്സേ ആൻഡമാനിൽ നിന്നുള്ളൂ. എന്നാൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് 1000 കിലോമീറ്റർ ഉണ്ട്. ഈ ബ്രിട്ടീഷേഴ്സിന് ശരിക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത് വേറൊരു സംഭവമാക്കാൻ വേണ്ടിയിട്ട്. അതായത് അതെല്ലാം കൂടെ ചേർത്ത് മറ്റൊരു രാജ്യമാക്കാൻ, ഈ ബർമ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വേറെ രാജ്യം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി. അങ്ങനെ ഇന്ത്യക്ക് തന്നെ ആൻഡമാൻ കിട്ടി. പക്ഷേ വേറെ ഒരു പ്രശ്നം വന്നു വെച്ചാൽ ഈ ചൈന അവരുടെ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഇന്ത്യക്ക് ചുറ്റിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല പോയിൻറ്റ്സും വെച്ചിട്ട് ഇന്ത്യനെ ചോക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ. അവരെന്താക്കിയെന്ന് പറഞ്ഞാൽ ഈ ബർമേൻ്റെ അടുത്ത് നിന്നെങ്ങാനും ഒരു ഐലൻഡ് അവർ ലീസിനെടുത്തു. അതിപ്പോൾ ചൈനീസ് പ്രോപ്പർട്ടിയാണ്. ലൈക്ക് ചൈനീസിൻ്റെ ആർമീൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഫോറിനേഴ്സിന് ഒരുപാടധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പൊതുവെ ഫോറിൻ ടൂറിസ്റ്റുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ അധികം ഉള്ളത് ഇന്ത്യൻസാണ്. അപ്പോൾ നമ്മളുടെ ഒരു കൾച്ചറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ടോണാണ് ഇവിടെ നമ്മൾ കാണുക. ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ടോണാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരുപാട് ആ ക്രൗഡ് വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതർവൈസ് ദിസ് ബീച്ച് വേറെ ലെവൽ,
ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബീച്ചാണ്. ഇതാണ് അവിടുത്തെ സൺസെറ്റ് വ്യൂ. ഈ സൺസെറ്റും കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്നൊരു ഇളനീരും വാങ്ങി കുടിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി, ഒരു ബീച്ച് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻ ചെയ്യാം. മോർണിംഗ് ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി പിടിക്കാം. ഇപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങോ ജെറ്റ് സ്കീയിങ്ങോ അല്ലെങ്കിൽ ബനാന റൈഡോ അല്ലെങ്കിൽ സീ കാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പിടിക്കുക. വൈകുന്നേരം ഒരു ബീച്ചും പിടിക്കുക. നൈസായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ രാധാനഗർ ബീച്ചിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഞാൻ നമ്മുടെ സീഷെൽസിൻ്റെ ഒരു കഫേയിലാണ് ഞാൻ ഇരിക്കുന്നത്. പുള്ളി വളരെ അടിപൊളി പാട്ടായിരുന്നു വെച്ചാൽ, ഭയങ്കര ലൈറ്റായിട്ടുള്ള വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു നൈസ് സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ബും ഒരു കഫേയും കൂടിയാണ്. ഇങ്ങനത്തെ ലൈവ് മ്യൂസിക്കുള്ള ഒരു പബ്ബ്, ഒരു കഫേ ഞാൻ ആദ്യമായിട്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ലൈറ്റ് ആൻഡ് സെറ്റിലായിട്ട് നൈസായിട്ട് അതിൻ്റെ മൂഡ് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ പാട്ടൊക്കെ കേട്ട് അങ്ങനെ സീഷെൽസിലെ ഡിന്നർ ബഫയൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നോട്ടിക്കയിലായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുന്നത് മക്രൂസിൻ്റെ ഒരു കാറ്റമറാനിലാണ്. ഈ മക്രൂസിൻ്റെ കാറ്റമറാനകത്ത് ഒരു ചെറിയ ക്യാൻറ്റീൻ പോലത്തെ ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് ഈവൻ ബെറ്റർ. കമ്പാരിറ്റീവ്ലി അത് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങാനും കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് വരുന്നതും ഇത് പോകുന്നതും ഒക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ. അതിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ എന്നെ തെറിപ്പിച്ച് ഇങ്ങനെ വരും. പക്ഷേ ഞാനത് എടുക്കാൻ മറന്നുപോയി, എൻ്റെ വിഷ്വൽ എടുക്കാൻ മറന്നുപോയി. എന്താ ചെയ്യല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.